ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കേക്ക് ഡെക്കറേഷൻ വീഡിയോസാണ് കേട്ടോ. ഒരു 3-4 ദിവസത്തെ വിശേഷങ്ങളൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ട് സത്യം പറഞ്ഞാൽ പാതിരക്ക് വന്നിട്ടുള്ളൊരു ഓർഡറാണ്. ഒരു 10-11 മണി ടൈമിൽ വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. രാവിലെ ഒരു 10 മണി 11 മണി ടൈമിൽ കേക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ട് വേറെ ആരുമില്ല, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവളെ സിസ്റ്ററിൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കേക്കിൻ്റെ കാര്യമൊക്കെ മറന്നു പോയതാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഓർമ്മ വന്നപ്പോൾ ഈ രാവിലെ എന്തെങ്കിലും ചെയ്തു തരുമോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വഴിയില്ലല്ലോ, അപ്പോൾ എന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ നേരത്തെ എണിച്ചിട്ടാണ് കേട്ടോ കേക്കിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. ഓൾറെഡി നമ്മൾ നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എണീച്ചതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായതുകൊണ്ട് പിന്നെ രാവിലെ നേരത്തെ എണീച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ്. 1.5 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. പിന്നെ ഓൾറെഡി ഒരു കളർ തീം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീച്ച് ആൻഡ് വൈറ്റ് കളറ്. അപ്പോൾ ആ ഒരു തീമിൽ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതങ്ങനെ കൊടുത്തയച്ചു കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് ഒരു 1 kg വാനില കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് പരത്തി ചെയ്യാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞത്. അവർക്ക് കോളേജിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അത് നമ്മൾ ആ ഒരു കേക്കും സിമ്പിളായിട്ട് തന്നെ ഡെക്കറേഷൻ ചെയ്തിട്ട് അത് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 1 kg ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു. ഇതെൻ്റെ മോൻ്റെ ടീച്ചർ തന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ടീച്ചറെ മോളുടെ ബർത്ത്ഡേക്ക് തന്നിട്ടുള്ളൊരു വർക്കായിരുന്നു. 1 kg ടെൻഡർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ ഫ്ലേവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി ഡിസൈനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനാണ്. സിമ്പിളായിട്ടുള്ളൊരു റൈറ്റിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഹാർട്ട്സും വരച്ചു കൊടുത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കേക്കും നമ്മൾ ചെയ്ത് വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ ആ ഒരു കേക്കും നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത്. പിന്നെ അന്ന് വൈകിട്ട് കൊടുക്കാനായിട്ട് ന്യൂട്ടല്ല ബ്രൗണിയുടെ ഒരു സെറ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മേക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ലാസ്റ്റ് ടൈമിലാണ് ഓർമ്മ വരൽ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അങ്ങനെ അതും ന്യൂട്ടല്ല ടോപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും നമ്മൾ തന്നെ ഡെലിവറി ചെയ്തു കേട്ടോ. അതിൻ്റെ ശേഷം പിറ്റേ ദിവസത്തേക്ക് വന്നിട്ടുള്ള ഒരു ഓർഡറാണിത്. ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഇതിൽ പിന്നെ കസ്റ്റമറുടെ ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊരു വൈറ്റ് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ സൈഡിൽ പാലറ്റ് നൈഫിൻ്റെ ഡിസൈനാണ് കേട്ടോ കൊടുത്തത്. പിന്നെ എപ്പോഴും കൈ വറക്കണ ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു റൈറ്റിങ്ങിൻ്റെ ഈ ഒരു ടൈമിൽ എത്തുമ്പോഴാണ്. ഫസ്റ്റ് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ എഴുതി കൊടുത്തത്. പക്ഷെ അത് ശരിയാവാത്തതുകൊണ്ട് പിന്നെ താഴത്തൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ താഴത്തുനിന്ന് എഴുതി കൊടുത്തു കേട്ടോ. എനിക്ക് ഏറ്റവും കൈ വറക്കുന്നതും ചെയ്യാൻ മടിയുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ റൈറ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ ചില കേക്കിൽ നമ്മൾ ഈ റൈറ്റിങ് ക്രീം കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് വേറൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ചിലത് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫോണ്ടനിൽ എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. അപ്പോൾ പരമാവധി ഞാൻ ക്രീം കൊണ്ടുള്ള എഴുത്ത് കുറക്കലാണ് കേട്ടോ. പിന്നെ ആ ഒരു റൈറ്റിംഗ് വന്നാൽ മാത്രം ഭംഗി ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എഴുതാറുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കേക്കും നമ്മൾ കൊടുത്തു കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 1/2 kg 1 kg അങ്ങനെ ആ ഒരു അളവിലുള്ള 2-3 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ട് ഇതാ ബേക്ക് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണല്ലോ, അത്യാവശ്യം പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടാവും. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ കാണിക്കാറില്ല എന്ന് മാത്രം. അതൊക്കെ പിന്നെ സൈഡിൽ കൂടെ നടന്നു പോണ കാര്യങ്ങളല്ലേ. അങ്ങനെ ഇതാ നമ്മളതെല്ലാം ബേക്കാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇതാ ബേക്കായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാർജറി വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ നൈറ്റിൽ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കേട്ടോ. പിന്നെ കേക്കിൻ്റെ പ്രത്യേകിച്ച് ബോക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കവറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞല്ലോ പ്ലം കേക്കിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാധാ കേക്ക് ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തയച്ചത്. പിന്നെ നമുക്ക് 85 ബ്രൗണി പീസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും നമ്മൾ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ കൊടുത്തയച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണും.